ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെനീസ് എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ടീം യാത്രി ഹോൾഡേഴ്സിനോടൊപ്പം തായ്ലാൻഡ് സീരീസിലെ എപ്പിസോഡ് 6 ആണ് ഇന്ന്. അതെ, ഇന്ന് നമ്മൾ പോകുന്ന എവിടോട്ടാ സൂര്യ? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, നമ്മൾ ഇന്ന് നമ്മൾ കാശ്മീരിലെയും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ടുള്ളതാ. അപ്പം കാശ്മീരിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഇവിടത്തെയും ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ചില വ്യത്യാസങ്ങളുണ്ട്, അത് ഞങ്ങൾ വഴിയെ പറയാം. പക്ഷെ നമുക്ക് ആദ്യം അതിന്റെ മുമ്പേ തന്നെ ഇവിടത്തെ എൻട്രി ഫീസിനെ പറ്റി സംസാരിക്കാം. നമ്മൾ ഇന്ത്യൻ റുപ്പീസ് 300 സംതിങ് ടു 500 സംതിങ് വരെയൊക്കെയാണ് റുപ്പീസ് ആണ്. 120 to 200 തായ് ബാത്ത് ആണ് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് നമ്മളുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തോട്ട് പോയി. ഇനി നമുക്ക് കാശ്മീരിലെ ഇവിടത്തെ കുറച്ച് ഡിഫറൻസ് പറയാം. സത്യം പറയാലോ, കാശ്മീരിനെക്കാട്ടിലും വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് കുറവാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്ന് വെച്ചാൽ ഞങ്ങളിത് കുറേ പേര് അറിഞ്ഞിരുന്നു തായ്ലാൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ കാശ്മീരിൽ പോയിട്ട് വന്ന് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് അധികം ഇതായില്ല. കാരണം കാശ്മീരിലെ വേറൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒറിജിനൽ ആണ്, ഇത് ഭയങ്കര നാച്ചുറൽ ആണ്. പക്ഷേ കാശ്മീരിലെ നാച്ചുറൽ ആണ്, ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവിടെ വെള്ളം കെട്ടി നിർത്തി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണിത്. പക്ഷെ എന്തായാലും വളരെ ഒരു വ്യത്യസ്തമായി വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. നമ്മളുടെ കാശ്മീരിലെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു, ഇവിടെ ഭയങ്കര എന്താ പറയാ കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ, ബട്ട് നമുക്ക് എക്സൈറ്റഡ് ആവാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ കുറച്ചെടുത്തൊരു കാത്തിരിപ്പിന് ശേഷം നമ്മളും ബോട്ടിൽ കയറി നമ്മളെ മെയിൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അതെ, നമുക്കിനി കുറച്ച് ദൂരം ബോട്ടിലാണ് പോകാനുള്ളത്. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് കെട്ടി നിർത്തിയേക്കുന്നതാണ്, അല്ലാതെ ഒറിജിനൽ അല്ല. ഇതെല്ലാം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് വേണ്ടിയിട്ട് അവർ വെള്ളം കെട്ടി നിർത്തി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആയത് കൊണ്ട് തന്നെ ഇവിടെ നടുക്ക് ഭയങ്കര സ്റ്റാച്യൂസും പിന്നെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ബോട്ടിൽ കൂടെ പോകാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒരു സൈഡിലേക്ക് ബോട്ടിലേക്കാണ് പോകുന്നത്, അതിനുശേഷം നമ്മൾ തിരിച്ച് നടന്നാണ് വരുന്നത്. അതെ, നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്തോട് ചെന്നിട്ട് നമ്മൾ ഫാമിലീസ് പല പല ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫാമിലി അവരുടെ രീതിയിൽ അങ്ങനെ പോയിട്ട് തീരാറുമ്പോൾ ഒരു കൃത്യ സമയം ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ തായ്ലാൻഡിലെ പല പല വെറൈറ്റി ബിൽഡിങ്സും ഭയങ്കര വെറൈറ്റി ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിന്റെ അടിയിൽ കൂടെ ഒക്കെ ബോട്ടിൽ പോകുന്ന വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
നമ്മൾ അതൊരു പോകുന്നതായിരിക്കും ഭയങ്കര വെറൈറ്റി ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ടൈപ്പിലുള്ള ബോട്ട്സ് ഒക്കെ നമ്മൾ പോകുന്നതായിരിക്കും നിറച്ച് കണ്ടായിരുന്നു. അങ്ങനെ ഒരു നീണ്ട ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ അതിന്റെ ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി നടന്നാണ് എല്ലാം കാണാൻ പോകുന്നത്. അത്ര നീണ്ടല്ലായിരുന്നു, പക്ഷെ നമ്മൾ എങ്ങനെ എല്ലാം ചുറ്റി ഒന്ന് കറക്കിയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചത്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളുടെ ലാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ലാൻഡെന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ബോട്ടിൽ നിന്ന് അവിടെ കയറി, പിന്നെ അങ്ങോട്ട് ഫുൾ നമുക്ക് നല്ല ഭയങ്കര വെറൈറ്റി ഫുഡ്. വെറൈറ്റി എന്ന് പറയുമ്പം ഇച്ചിരി അധികം തന്നെ വെറൈറ്റി ആയിപ്പോയി, നമുക്ക് വഴിയെ പറയാം. ഭയങ്കര വെറൈറ്റി ഡ്രസ്സും പിന്നെ കുറെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെ, ഫുള്ള് രണ്ട് സൈഡൊന്നുമില്ല, ഫുള്ള് ഷോപ്സ് ആണ് അവിടെ എല്ലാം. അവിടെ വേറെയും കുറെ ഇങ്ങനെ ബ്ലോക്സ് വേക്കൻ്റ് കിടപ്പുണ്ടായിരുന്നു ഇനി ഷോപ്സ് ഒക്കെ വരാൻ. നമ്മൾ പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ ഈ എക്സ്പ്ലോറിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും ഷോപ്പ് ചെയ്യുന്നില്ല. അതെ, എല്ലാം ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ആയിരുന്നു ഭയങ്കര ഹൈലൈറ്റ്. അമ്മയ്ക്കൊക്കെ ആ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ അടുത്തോട്ട് പോലും പോയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ തായ്ലാൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയേക്കുവാണ്. ഇവിടെ നമ്മൾ വിചാരിച്ചേക്കാളും ഭയങ്കര വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കുറെ ടൈപ്പ് ഇവിടെ ക്രൊക്കഡൈൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ട്യൂറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ടിന് തന്നെ വേറൊരു ടൈപ്പ് സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ സംഭവങ്ങൾ, ഡ്രസ്സ്, ഫുഡ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഏതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യത്തിൽ എനിക്ക് മുതലേനെ തിന്നു നോക്കണം. എനിക്ക് കുറെ ആൾക്കാർ പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ഒക്കെയാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ മറ്റേ തേളിനൊന്നും കഴിക്കാൻ പോകുന്നില്ല. എന്താണോ എന്തോ കഴിക്കത്തില്ല. വേറെ ബാക്കിയുള്ള മുതലേനെ പോലത്തെ നമ്മൾ കഴിച്ച് നോക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലത്തെ ഫുഡ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തോടെ തായ്ലാൻഡിലെ ഫുഡ് ഭയങ്കര നമുക്ക് വെറൈറ്റി ആയിരുന്നു. എന്താ പറയാ, എല്ലാം ഉണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ വേറെ ചാനലിൽ കണ്ട പോലെ എന്താ ലിറ്ററലി പാറ്റ, പിന്നെ മറ്റേ ഏതാ ചേട്ടാ തേള്, പിന്നെ എനിക്ക് ഭയങ്കര കഴിക്കണമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും അമ്മയ്ക്ക് സമ്മതിച്ചില്ല. മുതല തല ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കബാബ് പോലെയൊക്കെ ആക്കി ഇങ്ങനെ സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കും. അത് നമ്മൾ നോക്കിയിട്ട് നടന്നില്ല. നമുക്ക് കഴിക്കണമെന്ന് ഉണ്ടായിരുന്ന ഒരു നോർമൽ സംഭവം നമ്മൾ കേട്ടുകൊണ്ട് മേടിച്ചായിരുന്നു, മാംഗോ സ്റ്റിക്കി റൈസ്. മാംഗോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ അത് കഴിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടിരുന്ന് ഛർദ്ദിച്ചു. ഗൈസ്, അത് നല്ലൊരു സംഭവം ആയിരുന്നു. പക്ഷെ എന്താ പറയാ, നമുക്ക് ഈ മാംഗോ കഴിച്ച അവരുടെ ഒരു റൈസ് ഇച്ചിരി സ്റ്റിക്കി ടൈപ്പ് റൈസ് ആണ്. അതെന്തോ നമുക്ക് ശരിയായില്ല. അങ്ങനെ എന്തെങ്കിലും നിറച്ച് ഛർദ്ദിച്ച് തീരുമാനമായിരുന്നു. യെസ്, നോക്കൂ, പാറ്റ എല്ലാം അവിടെ ഉണ്ട്. സോ ടേസ്റ്റി അല്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലോ. കാണാനേ നമുക്ക് എന്താ പറയാ, ഇത് കഴിക്കാൻ തോന്നിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ദാഹം വന്നുകൊണ്ട് നമ്മൾ നോർമലി ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. കാരണം വേറെ ഒന്നും അവിടെ നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നിയില്ല അതൊക്കെ കണ്ടതിന് ശേഷം. പിന്നെ ഞാനാണെങ്കിൽ കുറച്ചല്ല ഒരു വാട്ടർമെലൺ ജ്യൂസും വാങ്ങിച്ചു കുടിച്ചു. അവിടുത്തെ ഷുഗർ കെയിനൊക്കെ നമ്മൾ നോർമൽ ഇവിടുത്തെ ഷുഗർ കെയിൻ ടേസ്റ്റ് പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, ഇവിടത്തേക്കാളും ഭയങ്കര കുറച്ചും കൂടി ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും അമ്മ ഒരു മാംഗോ ജ്യൂസും ആണ് കുടിച്ചത്. പിന്നെ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിറച്ച് അവിടുത്തെ തായ് കൾച്ചറിലുള്ള കുറെ ഡ്രസ്സും ഇതൊക്കെ നമ്മൾ കണ്ടു. ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചേരം കൊണ്ടൊന്നും കണ്ടീർക്കാൻ പറ്റില്ല. കാരണം അത്രയും വലുതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നടന്ന് നമ്മൾ ഇതാവും. പിന്നെ നമ്മൾ പെട്ടെന്ന് എല്ലായിടം ഒന്നൊക്കെ പോയി കണ്ട് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. ഞങ്ങൾ കുറേ ദൂരം നടക്കും, കുറേ നേരം അവിടെ ഇരിക്കും, കുറച്ച് ഫോട്ടോ എടുക്കും. അങ്ങനെയായിരുന്നു എല്ലാം കറങ്ങി കണ്ടത്.
അവിടെ വളരെ വളരെ നല്ലതും ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിറച്ച് ഇങ്ങനെ സ്കൾപ്ചേഴ്സും കുറെ ചെറിയ സ്റ്റാച്യൂസും ഡെക്കോർ ഐറ്റംസ് ഒക്കെ നിറച്ചുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സൈഡിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, എന്താ പറയാ, ഒരു സൈഡിൽ അവര് ബോട്ടിലും കുറെ ഫുഡൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസം. വള്ളത്തിൽ ഇങ്ങനെ എന്തുവാ ഗ്രില്ലറൊക്കെ വെച്ച്. നമ്മൾ ഇങ്ങനെ കാശ്മീരിൽ പോയപ്പോൾ ഇതേ സെയിം ടൈപ്പ് ഇതുണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ എന്തായിരുന്നു ആ സ്ഥലത്ത് ഫ്ലോട്ടിംഗ് ഹോട്ടലും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ല ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ താമസിച്ച അത് ഓർമ്മ കിട്ടുന്നില്ല. അവിടെയും കാശ്മീരിൽ ഇങ്ങനത്തെ കുളമല്ല വലിയൊരു ലേക്കിന്റെ പുറത്ത് ഇങ്ങനെ ഹൗസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ രാവിലെ ആകുമ്പം വെള്ളം പോലത്തെ ഒരു ചെറിയ ബോട്ടില് ആൾക്കാർ ഗ്രില്ലില് ചായയും അവിടുത്തെ സ്പെഷ്യൽ ടൈപ്പ് ചായയും ഇതുപോലത്തെ കബാബും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഇവിടെ കറങ്ങി നടന്ന് എല്ലാം കണ്ട് അവസാനം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാം കണ്ട് എല്ലാവരും തിരിച്ച് ഒരു സ്ഥലത്തോട്ട് വന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. വളരെ നല്ല മെമ്മറീസും വളരെ നല്ല വിഷ്വലും ഒക്കെ നമ്മൾക്ക് കാഴ്ചവെച്ചൊരു സ്ഥലമായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പിന്നെ ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. യെസ്, വി ആർ മോർ കൺസിസ്റ്റന്റ് നൗ. ഡോണ്ട് വറി ഗൈസ്, വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ഗുഡ് ബൈ.